എടാ ചാരെ ഇന്ന് ന്യൂ ലുക്ക് റിവീലിംഗ് ആണ് കേട്ടോ. ന്യൂ ലുക്ക് എടാ ഇന്നാണ് എൻ്റെ 600 കോയിൻ ഉണ്ടായിരുന്നു. ഇന്നത്തെ മിഷൻ ഞാൻ കംപ്ലീറ്റ് ആക്കി. എടാ എനിക്കത് വേണ്ട. ഇന്നത്തെ മിഷൻ ഞാൻ കംപ്ലീറ്റ് ആക്കിയപ്പോൾ എൻ്റെ 600 കോയിനാണ് മൊത്തത്തിൽ 600-700 കോയിൻ വന്ന്. അപ്പോൾ ഞാൻ എന്ത് കാറൊന്നും എനിക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. 10-20 കാറുണ്ട്. അല്ലെ വേണമെങ്കിൽ ഞാൻ അതിനുണ്ട് പിന്നെ ഷെയർ വെച്ച് വാങ്ങാനേ ഉള്ളൂ. ഏകദേശം എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന രീതി ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ക്യാരക്ടർ ക്യാരക്ടർ 2-3 ഉടുപ്പും കാര്യങ്ങളും നോക്കിയപ്പോൾ പക്ക ഐഡിയ കിട്ടി. ഒരു എടുത്തിട്ടുണ്ട്, ഡ്രസ്സ് ഔട്ട്ഫിറ്റ് എടുത്തിട്ടുണ്ട്, കാറിൻ്റെ ലുക്ക് കുറച്ചൊക്കെ അതിനനുസരിച്ച് മാറ്റിയിട്ടുണ്ട്. ശരി, ഇപ്പം ഞാൻ ആരാണെന്ന് ഞാൻ കാണിച്ചുതരാം. ഗെയിം പറഞ്ഞിട്ട് കാണിച്ചുതരാം. ഇപ്പം ഞാൻ റെഡ് ഫോക്സ് അല്ലടാ. ഇപ്പം ഞാൻ റെഡ് ഫോക്സ് അല്ല കാണിച്ചുതരാം. സിറ്റി പോകണോ? സിറ്റി തന്നെ പോകാം. എടാ ചാറ്റേ, ഇപ്പം എൻ്റെ ഒരു റെഡ് ഫോക്സ് എന്നല്ല, ഞാൻ പീക്കി ബ്ലൈൻഡേഴ്സിലെ തോമസ് ഷെൽബിയാണ്. കാണിച്ചു തരാം കേട്ടോ. വെയിറ്റാക്കെ തോമസ് ഷെൽബി. ഞാൻ തോമസ് ഷെൽബി അയച്ചായിരുന്നു. ഞാൻ തോമസ് ഷെൽബിയെ മാറി കാണിച്ചു തരാം. അവിടെ ഇൻസ്റ്റേ പോസ്റ്റ് ഇട്ടായിരുന്നു. കണ്ടോമാർക്ക് അറിയാം. കണ്ടോണേ വെളിച്ചത്തോട്ട് ഇറങ്ങിട്ട് കാറും അനുസരിച്ച് ബ്ലാക്ക് ആക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോണേ ഞാൻ തോമസ് ഷെൽബി മാറിയടാ. തോമസ് ഷെൽബി മാറി. CPM-ൽ തോമസ് ഷെൽബി ഞാനാണ്ടാ. CPM-ൽ തോമസ് ഷെൽബി കഴിഞ്ഞ് മാറി. അപ്പം പിന്നെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഒരു ബണ്ടിൽ എടുത്തുകൊണ്ട് ഒരു ഐശ്വര്യമായ എന്തോ കേട്ടോ. കാരണം വെച്ചാൽ ഈ ഒരു ബണ്ടിൽ എടുത്തതിന് ശേഷമേ എൻ്റെ ക്യാരക്ടർ ബഗ് എനിക്ക് വന്നില്ല. കണ്ട ഇത്രയും സൂമിയുമ്പോൾ മുമ്പൊക്കെയാണ് ക്യാരക്ടർ ബഗ് എന്നൊരു സാധനമുണ്ട്. ക്യാരക്ടർ ബഗ് വന്നില്ല. അതെന്താണെന്ന് തോമസ് ഷെൽബി ചാറ്റ് തോമസ് ഷെൽബി എന്താണെന്നോ. ഞാൻ ഇനി വേണ്ടിൽ തന്നെ വേണ്ടിയിട്ട് ഇടാൻ പോകുന്നു കേട്ടോ. മറ്റേ കിടുമ്പോഴാണ് ഇനി ബഗ് പറഞ്ഞത്. ചാറ്റ് ഈ ലുക്ക് ഡബിൾ ഇല്ലടാ. എനിക്ക് പക്ക സാധിച്ച പക്ക ആ തോമസ് ഷെൽബിയുടെ സാധനം കിട്ടിയിട്ടുണ്ട്. എടാ എനിക്ക് ഒരു സാധനം എടുത്തോട്ടെ. ഒരു ഗ്രാഫിക്സ് അൾട്രാ വേണ്ട. ഹൈയിൽ മാക്സ് ഇട്ടാണ് നല്ല. നേരത്തെ ഫോട്ടോ എടുത്തോടാണ് എനിക്ക് മനസ്സിലായ. അൾട്രാ ഇടുമ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞാൽ കറക്റ്റ്. ക്യാപ്റ്റൻ കൊണ്ടെങ്കിൽ ഇതൊക്കെ അത്യാവശ്യം അറിയാം കേട്ടോ. അന്ന് നമ്മൾ പ്ലെയിൻ ഉള്ളിടത്ത് ഫോട്ടോ എടുക്കാൻ പോയ സമയത്ത് ഇതിൽ ഒട്ടയായിരുന്നു. കാര്യമായിട്ട് ലൊട്ടയായിരുന്നു. അൾട്രാ ഇട്ടിട്ട് നോക്കിയപ്പോൾ അവൻ പറഞ്ഞ അൾട്രാ വേണ്ടല്ലേ ഹൈയിൽ എല്ലാം ഹൈ എണ്ണണല്ലേ. ഞാൻ ഹൈയിലെല്ലാം മാക്സ് ഇട്ട് നോക്കി. പക്ക വെച്ചാൽ പക്ക അൾട്രാ വേണ്ട. കണ്ടോണേ ചാറ്റ് തോമസ് ഷെൽബി റിവീലിംഗ് തോമസ് ഷെൽബി ചാറ്റ്. റെഡ് ഫോക്സ് മാറി ചേട്ടാ. ഞാൻ റെഡ് ഫോക്സ് അല്ല കേട്ടാ, തോമസ് ഷെൽബി കേട്ടാ. CPM-ൽ തോമസ് ഷെൽബിയാണ് ഞാൻ. ശരി, ഉടുപ്പ് ലുക്ക് ആ തോമസ് ഷെൽബിയുടെ സാധനം കിട്ടിയിട്ടുണ്ടാ. വർത്തി സാധനം ചേട്ടാ. വർത്തി സാധനം ചാറ്റ്. ഇനി ഗ്രാഫിക്സ് സെറ്റാകട്ടെ. ശരി, കാറ് കണ്ട കാറും അനുസരിച്ച് ബ്ലാക്ക് ആക്കി. അത് ഈ കാറിലൂടെ ഇതെന്ന് വെച്ചാൽ എക്സോസ്റ്റ് പൊട്ടണെന്ന് വെച്ചാൽ അറബിയുടെ വായിക്കൂടെ കുണ്ണ പറഞ്ഞ രീതിയിലാവുമ്പോൾ അന്തം വിട്ടുപോയി. അത്രയ്ക്ക് മനസ്സിലായില്ലേ? അത്രയ്ക്ക് അന്തം വിട്ടു വെച്ചാൽ അത്രയ്ക്ക് അന്തം വിട്ടു. ഇതിൻ്റെ എക്സോസ്റ്റ് സെയിം കാറാണ്. മനസ്സിലായില്ലേ? സെയിം കാറാണ്. അന്നിട്ടാണ് സെയിം കാറിൻ്റെ സെയിം കാറാണ്. ഇത്രയും W സെയിം കാറായിട്ട് അവന് ഈ എക്സോസ്റ്റും കൊണ്ടൊന്നും പൊട്ടിക്കാൻ പറ്റിയില്ല. മനസ്സിലായില്ലേ? ഈ സെയിം കാറിനായിട്ട് അവൻ എക്സോസ്റ്റും കൊണ്ടൊന്നും പൊട്ടിക്കാൻ പറ്റിയില്ല. അന്ന് ഞാൻ ചോദിച്ചാണ്, എനിക്ക് തന്നില്ല. അപ്പോൾ അതിന് വരെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടി. CPM ഫ്രീ ആയിട്ട് എനിക്ക് തന്നു. ലൈവ് കണ്ടോമാർക്ക് അറിയാം. ഞാൻ വീഡിയോ കിട്ടിയിട്ടുണ്ട്. ഫ്രീ ആയിട്ട് ഇട്ടിട്ട് എക്സോസ്റ്റ് പൊട്ടണെന്ന് വെച്ചാൽ അവൻ അന്തം വിട്ട് ആ രീതിയിൽ പൊട്ടി. ചേട്ടാ ഇത് ഈ കാർ വിറ്റുള്ളൂ. ഇത് മെയിനായിട്ട് ഈ കാർ എടുക്കാൻ പോകുന്നു. ഈ മെയിൻ കാറിലൊന്നാണ് ഇതിപ്പം. എക്സോസ്റ്റിൻ്റെ കാര്യം പിന്നെ ഇൻറ്റീരിയർ ഇൻറ്റീരിയർ കൊള്ളാം. ഇതിൻ്റെ കണ്ട ബേക്ക് ഇത് ഇങ്ങനെ ആക്കണത് തോമസ് ഷെൽബിയുടെ കാർ ചേട്ടാ. കണ്ട ഇതൊക്കെ പക്ക. അവിടെ ക്യാരക്ടർ ബഗ് ഇല്ലടാ. സത്യം വല്ല മുമ്പൊക്കെ ലൈവ് ഉണ്ടോമാർക്ക് അറിയാം. ക്യാരക്ടർ ബഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ഒരു ബണ്ടിൽ ഇട്ടതിന് ശേഷം ഉണ്ടടാ. ഒരു ക്യാരക്ടർ ബഗ്ഗും ഇല്ലടാ. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം കേട്ടാ. എല്ലാം നല്ലതും കൂടെ ഒരുമിച്ച് പറഞ്ഞെന്ന് പറയില്ല. അതേപോലെയാണ് വരുമ്പോൾ എല്ലാം കൂടെ നല്ല വരുവാടാ. സീരിയസ്ലി ചേച്ചി നല്ല ഇത് കേട്ടാ. എടാ അറബി ഒരു കാറൊക്കെ ഇറക്കിക്കൊണ്ട് ഒരു കാർ എടുത്തുകൊണ്ട് വരണമെന്നാണെന്ന് പറഞ്ഞു കേട്ടാ. കൊണ്ടുവരട്ടെ. അത് ഇൻസ്റ്റയിൽ നോക്കാം. ഇൻസ്റ്റയിൽ ഞാൻ റിയാക്ട് ചെയ്യാം. അത് ആദ്യം കൊണ്ടുവരട്ട്. എടാ ചാറ്റ് എവിടെ പോകാൻ ചാറ്റ് എവിടെ തോമസ് ഷെൽബി ഫസ്റ്റ് എങ്ങോട്ട് പോകാൻ ചാറ്റ്. തോമസ് ഷെൽബി ചാറ്റ്. എടാ എൻ്റെ വീട്ടിൽ പോകണതാ ഇത് മൗണ്ടൻ പോകണോ? ഡ്രോൺ എവിടെ കുടുങ്ങി? ഓക്കെ സെറ്റ്. എടാ മോർണിംഗ് എത്ര മണി? 6 മണിയാണ്ടായുള്ളൂ നോട്ടാ. സൂര്യൻ പറഞ്ഞേ ഉള്ളൂ. മോർണിംഗ് 6 മണി കഴിഞ്ഞാ. പെട്ടെന്ന് ഈവനിങ് ആവണം. എനിക്ക് എൻ്റെ കാർ എവിടെ? എടാ എൻ്റെ കാർ എവിടെ? കണ്ട രാവിലെ വരണേ ഉള്ളൂ. കണ്ട വെളിച്ചം കൂടി വരണേ ഉള്ളൂ. കണ്ട രണ്ട് നല്ല കാര്യങ്ങളാണ് ഈ പീക്കി ബ്ലൈൻഡേഴ്സ് ഡ്രസ്സ് എടുത്തുകൊണ്ട് നടന്നത്. ഒന്നെന്ന് വെച്ചാൽ എൻ്റെ ആ ഇത് പോയി, ബഗ് പോയി, കുണ്ണ ബഗ് അങ്ങ് പോയി കിട്ടി. സീരിയസ്ലി ആ കുണ്ണ ബഗ് പോയി കിട്ടി. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കത് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം. കുണ്ണ ബഗ് പോയത് എന്ത് എനിക്ക് സന്തോഷമാണ് നിങ്ങൾക്ക് മനസ്സിലായില്ല. മുമ്പൊക്കെയാണെങ്കിൽ എല്ലാം ദേഹം ഒന്നും കാണാൻ പറ്റില്ല. മൊത്തം ബഗ്ഗായിരുന്നു. ഇപ്പം കണ്ടോ? മുമ്പൊക്കെ സൂം ചെയ്യുമ്പോൾ തലയൊന്നും കാണത്തില്ല. ഇപ്പം കണ്ട ഒരു കുഴപ്പമില്ല. അതാണ് ചാറ്റ് പീക്കി ബ്ലൈൻഡേഴ്സ് പവർ. താങ്ക് യു CPM ബ്രോ. W ആ ബഗ് പുണ്ടച്ചും അങ്ങ് പോയി കിട്ടിയടാ. ഈ കാറിൻ്റെ ബേക്ക് ഉറക്കാം. അത് ഫ്രണ്ട് ഉറക്കാൻ ചാറ്റ്. അത് കൊള്ളാമല്ലോ മയില്. എടാ കാറുകൊണ്ട് റിപ്പയർ ചെയ്യണം. റിപ്പയർ ചെയ്തിട്ട് വീട്ടിൽ കയറണോടാ. വീട്ടിൽ പോകണം.
പീക്കി ബ്ലൈൻഡേഴ്സ് എനിക്ക് വീട്ടിൽ പോകണം. തോമസ് ഷെൽബി എനിക്ക് വീട്ടിൽ പോകണം വീട്ടിൽ ഒട്ട ഈവനിങ് ആവറേ. എടാ എൻ്റെ വീട് അവിടെ അല്ലടാ, തിരിഞ്ഞു പോയി. എത്തിയടാ കുണ്ണേ, ഞാൻ എത്തി എത്തിയിട്ടുണ്ടേ, വീട്ടിൽ എത്തിയിട്ടുണ്ടേ. ഫൈനലി ചാറ്റ്, ഫൈനലി. എവിടെ എൻ്റെ ബെഡ്റൂം എവിടെ? ബെഡ്റൂം താഴത്തെ ഫ്ലോറിലാണെന്ന് കേട്ടോ. ഞാൻ കയറുന്നപ്പം മാറിപ്പോയിരുന്നു. താഴോട്ടിറങ്ങട്ട് എടാ ഉറങ്ങാനൊരു ബെഡ്റൂം എവിടെടാ? ബെഡ്റൂം ഇവിടെ. എടാ അതിൻ്റെ ഡോറൊക്കെ ലോക്കാണല്ല, അതോ ചെക്ക് ചെയ്യണം ചേട്ടാ, അത് ചെക്ക് ചെയ്യണം. കാരണം ചിത്രി നമ്മൾ ചെയ്തിട്ട് ഡോർ ലോക്കാക്കാതെ വരുവാണെങ്കിൽ അതിനേക്കാളും വലിയൊരു മണ്ടത്തരമില്ല. മണ്ടം കുണ്ണ പ്രവർത്തിയാനേക്കാളും. എടാ ഇത് ലോക്കല്ലടാ, വേണ്ട ഇത് ലോക്കല്ല, ഇത് കണ്ട ഇവിടെ ലോക്കാണ്, ഒരു കുണ്ണയും വരില്ല. വണ്ടി ഒരുത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. കണ്ട ഇപ്പം അടച്ചടച്ച്. നേരത്തെ എന്താ അതിൻ്റെ അടുത്ത് പോയതുകൊണ്ടാണ് ഡോർ അടഞ്ഞപ്പോൾ ഞാൻ അങ്ങായിപ്പോയത്. ഇപ്പം സെറ്റായി. എടാ ഇവിടെ എല്ലാം അടഞ്ഞാണ് കിടക്കണം, ഇവിടെ ഒന്നും ഒരു സീനും ഇല്ല. ചില വീടൊക്കെ അടച്ച് സുരക്ഷിതമായിട്ട് വെച്ചിട്ടുണ്ട്. ടി വി ഒക്കെ കാണോ ചേട്ടേ? എനിക്ക് അല്ലെ പാട്ട് കേട്ടിട്ട് പോയാലാ? എൻ്റെ മനസ്സ് പറഞ്ഞിട്ട് പാട്ട് കേൾക്കുക. കാരണം ചിത്രം നമ്മൾ അവിടെ നിന്ന് നൈറ്റ് ഡ്രൈവ് ചെയ്ത് മൗണ്ടൈനിൽ നിന്ന് വന്നതാണ്, മനസ്സിലായില്ലേ? മൗണ്ടൈനിൽ നിന്ന് വന്നേ നൈറ്റ് ഡ്രൈവ് ചെയ്ത്. അപ്പോൾ ഒരു രണ്ട് പാട്ട് കേൾക്കണല്ലേ ചേട്ടാ, അതിൻ്റെ ആ ഒരു ഇത്. ഏത് നിൽക്കേ? ഓ രാവിലെയായി ചാറ്റ്, എല്ലാം ശരിയായിരുന്നു. ഞാൻ രാത്രി ഫുൾ ഉറങ്ങാൻ വിട്ട് ആ വൈബിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നു ചാറ്റ്. ഫുൾ ഡേ എന്ന് പറഞ്ഞാൽ ഫുൾ നൈറ്റ്. അതും ഒരു ഫുൾ ട്രാവൽ ചെയ്ത് വന്നിട്ട് ഡാൻസ് ചാറ്റ്. ശരിയാണ് ചാറ്റ്, ശരിയാ കാടിറങ്ങി വരണ കുണ്ണേ തളച്ചത് ശരിയാ. അവിടെ എത്തിയപ്പോൾ വിശ്രമിക്കട്ടെ. അവിടെ എൻ്റെ ബെഡ്റൂം ഞാൻ കണ്ടുപിടിച്ചു. ബെഡ്റൂം എവിടെ? ഓക്കെ എവിടെ ഇവിടെ കുഴപ്പം. ഇവിടെ ഇങ്ങോട്ട് പോവാം. നിൽക്കുക. എൻ്റെ റൂം എവിടെയാടാ? ഇത് കിച്ചനാണെന്ന് തോന്നുന്നു കേട്ടാ. ഓ ബെഡ്റൂം ചാറ്റ്. ശരിയാ കേട്ടത്, ശരിയാ ചാറ്റ്, കേട്ടത് ശരിയാ. ബെഡിലോട്ട് ചാടിക്കയറാം പറ്റണില്ലേ പന്നി? ഓ സോഫയിലോട്ട് ചാടി, കുഴപ്പമില്ല. ചാരപ്പോൾ ഗുഡ് നൈറ്റ്. ഉറക്കം വരണം.